ജ്ഞാനതിമിരാന്തസ്യ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൂർത്തിം നമാമിക. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൂർത്തിം നമാമിക. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൂർത്തിം നമാമിക. ശ്രീ ശ്രീ നരസിംഹ ഭഗവാന് കി ജയ്. നരഹരി കി ജയ്. പ്രഹ്ലാദ് മഹാരാജ് കി ജയ്. ജയ 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 ശ്രീരാധേശം. നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 34, 35 ഒക്കെ വായിച്ചു നോക്കിയായിരുന്നു. എവിടെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാൻ പറഞ്ഞിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 34, 35 നല്ല ഹാർഡാണ്. പക്ഷെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളൊക്കെ വലിയ ഹൈലി സോളിസിറ്റഡ് സോൾസ് ആണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും എല്ലാം അറിയാമെന്നുള്ള വിചാരത്തിൽ ഞാൻ 36ാമത്തെ ദശകത്തിലോട്ട് പോകുന്നു. 36ാമത്തെ ദശകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമചരിതമാണ്. ഭഗവാന്റെ തന്നെ ഒരു അംശാവതാരമാണ്. പരശുരാമന് നമ്മള് പരശുരാമനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. കേരളം എന്താ ചെയ്തത്? മഴുവെറിഞ്ഞിട്ട് സമുദ്രത്തെ മാറ്റി കരയാക്കി തന്നു എന്നൊക്കെ അല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? ആരില്ലയോ മിണ്ടാത്ത? എന്താ നമ്മുടെ കൊല്ലം ഗ്രൂപ്പൊക്കെ എവിടെ? ആരും മിണ്ടുന്നില്ലല്ലോ. എവിടെയും എല്ലാരും പറഞ്ഞു പോയോ? ഇല്ല ഉണ്ട് മാതാജി. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഉറങ്ങുന്നേ? എല്ലാരും ഉറങ്ങുന്നേ? നല്ലൊരു കഥ കേൾക്കട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അതെ അതെ, കൃഷ്ണ ഉറക്കെ പറയണം, അന്നേരം നമുക്ക് മനസ്സിലാവും. നമ്മുടെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ വൃക്ഷങ്ങൾക്ക് പോലും ഹരേ കൃഷ്ണയുടെ ആ മന്ത്രത്തിലുണ്ടല്ലോ, അവർക്കും കൂടി മുക്തി കിട്ടി പോട്ടെ. അടുത്ത ജന്മം അവർക്ക് മനുഷ്യജന്മമായിട്ട് കിട്ടട്ടെ. അത് നല്ല മനുഷ്യജന്മമായിട്ട് കിട്ടട്ടെ എന്ന്. അതിനു വേണ്ടിയിട്ട് നമ്മളും അതിന് ഇൻഡയറക്റ്റ് ഒരു കാരണക്കാരനാവണം. എങ്ങനെയാ? മഹാമന്ത്രം ഉറക്ക ജപിച്ച് അവരും കൂടി കേൾക്കണം കേട്ടോ. പരശുരാമ ചരിതമാണ് ഞാൻ പറയാൻ പോകുന്നത്. പരശുരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുകയുടെയും ജമദഗ്നിയുടെയും മകനായിട്ട് ഭഗവാന്റെ തന്നെ ഒരാമൻ. ഭഗവാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10 അവതാരം 10 അവതാരം എന്ന്. ഭാഗവതത്തിൽ പോലും 24 അവതാരത്തെ പറ്റി പറയുന്നുണ്ട്. കോടിക്കണക്കിന് അവതാരങ്ങളാണ് ഭഗവാൻ എടുത്തിരിക്കുന്നത്. ഓരോ സമയം നമ്മുടെ അടുത്തും ചിലപ്പോൾ എനിക്കൂടെ തരുമോ വെള്ളം? എനിക്ക് നല്ലോണം ദാഹിക്കുന്നുണ്ട്. വെള്ളം തരുമോ? തീർച്ചയായിട്ടും. എന്നിട്ട് എന്താണ്, ഒരുപാട് അവതാരങ്ങൾ എടുക്കുന്നുണ്ട്. നമുക്കും ചിലപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ വരുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിലെ ഒരു അംശാവതാരമായിട്ട് പരശുരാമൻ ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ജമദഗ്നിയുടെയും രേണുകാദേവിയുടെയും മകനായിട്ടാണ് പരശുരാമൻ വന്നിരിക്കുന്നത്. രേണുകാദേവിയുടെ ഏറ്റവും അവസാനത്തെ മകനായിട്ടാണ് പരശുരാമൻ അവതരിച്ചത്, ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിൽ രേണുകാദേവി നമ്മള് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അച്ഛന്റെ പേരെന്തുവാ? പരശുരാമന്റെ അച്ഛന്റെ പേരെന്തുവാ? പരശുരാമന്റെ അച്ഛൻ ജമദഗ്നി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ. പേരാണ് രേണുകാദേവി. അവര് ഇങ്ങനെ എല്ലാവരും അവരൊക്കെ എന്ന് പറഞ്ഞ ഋഷിവര്യന്മാരല്ലേ. അവരിങ്ങനെ കാട്ടിലാണ് താമസിക്കുന്നത്. ഏതെങ്കിലും ഒരു നദീതടത്തിന്റെ കരയായിട്ട് ആ ഒരു ആശ്രമങ്ങൾ പണിയും. എന്നിട്ട് ആ ആശ്രമത്തിലാണ് അവർ ജീവിക്കുന്നത്. ഒരു ദിവസം രേണുകാദേവിയാണെന്നുണ്ടെങ്കിൽ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് അതിരാവിലെ പൊയ്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു ഗന്ധർവനെ കണ്ടിട്ട് അവര് മാനസികമായിട്ട് കുറച്ചു നേരം അവരെ ഒന്ന് നോക്കി. പക്ഷെ ജമദഗ്നിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആത്മജ്ഞാനിയല്ലേ. അദ്ദേഹത്തിന് ഇത് മനസ്സിലാവുന്നു. രേണുകാദേവി വെള്ളം കൊണ്ടുവരാൻ ഇച്ചിരി താമസിച്ചു. അന്നേരം ജമദഗ്നിക്ക് മനസ്സിലായി. ജമദഗ്നി എന്ന് പറഞ്ഞു, നീ മാനസികമായിട്ട് വ്യഭിചാരം ചെയ്തു, അതുകൊണ്ട് ഇനി എന്നെ തുടരാനാണ് പറ്റില്ല. അതുകൊണ്ട് മകനോട് 4 മാമക്കളെ വിളിച്ചു. 4 മക്കളോട് പറഞ്ഞു. ആദ്യത്തെ മകനോട് പറഞ്ഞു, നീ നിന്റെ അമ്മയുടെ തലവെട്ടാൻ പറഞ്ഞു. പക്ഷെ ആ മകൻ കേട്ടില്ല. 2ാമത്തെ മകനോട് പറഞ്ഞു, കേട്ടില്ല. 3ാമത്തെ മകനോട് പറഞ്ഞു, കേട്ടില്ല. 4ാമത്തെ മകനോട് പറഞ്ഞു, കേട്ടില്ല.
പിന്നെ 5ാമത് പരശുരാമൻ വെറും 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. കേട്ട പാടെ നിന്റെ അമ്മയുടെ തല വെട്ടണമെന്ന് പറയും. കേട്ട പാടെ മടി കൊടുത്തുകൊണ്ട് വരിക, തല വെട്ടുക ചെയ്യുന്നത്. എന്നിട്ട് പറയും നിന്റെ ജ്യേഷ്ഠന്മാരും ഞാൻ പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, അവരുടെയും തല വെട്ടണമെന്ന് പറയും. അങ്ങനെ അവരുടെയും തല വെട്ടി അച്ഛന്റെ ആജ്ഞ അതേപോലെ ആ പുത്രൻ അനുസരിച്ചു എന്നുള്ളത്. എന്തിനാണെന്നോ ഏതിനാണെന്നോ ഒന്നും ചോദിച്ചില്ല. പക്ഷെ അന്നേരം ജമദഗ്നിയുടെ കോപം ഒന്ന് ശമിച്ചപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മകനോട് പറഞ്ഞു, ഞാൻ നിന്നെ വളരെ പ്രസന്നനായിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ, നിനക്ക് എന്താ വരാൻ വേണ്ടുന്നതെന്ന് വെച്ചാൽ ചോദിച്ചോളാൻ പറയേ. നോക്കിക്കോ, അതിബുദ്ധിമാനല്ലേ, എന്റെ അമ്മയെയും എന്റെ ജ്യേഷ്ഠന്മാരെയും ജീവിപ്പിക്കണം. അത് മാത്രമല്ല അവരെ ഞാനിങ്ങനെ കൊന്നെന്ന് പോലും അവർക്ക് ഓർമ്മയിൽ വരാനും പാടില്ല. തഥാസ്തു പറഞ്ഞു. അമ്മയും ജ്യേഷ്ഠന്മാരും ജീവിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും ഓർമ്മയില്ല. അങ്ങനെ അവരുടെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സമയത്താണ് കാർത്തികാർജുനൻ എന്ന് പറയുന്ന ഒരു രാജാവ് അവിടെ നായാട്ടിനായിട്ട് വരുന്ന സമയത്ത് ആ കാട്ടില് ഒരുപാട് സൈനികരും എല്ലാം ഉണ്ട്. അവർ സന്ധ്യയായി പോയി. അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാജ്യത്ത് തിരിച്ചു പോകാൻ പറ്റാത്ത അത്രയ്ക്കും ഒരു ഇതായി. അന്നേരം ഈ ജമദഗ്നിയുടെ ആശ്രമത്തിൽ അവർ ചെല്ലുന്നു. ജമദഗ്നിയുടെ ആശ്രമത്തിൽ അവര് 1-2 ആളുകളല്ല, ഒരുപാട് പേരുണ്ട്. അവര് ജമദഗ്നി എന്ത് ചെയ്തു? വളരെ രാജകീയമായിട്ട് അവരെ സ്വീകരിച്ചു. എന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ അതിഥി സൽക്കാരവും ചെയ്തു. രാജാവിനും ഈ സൈനികർക്കും ഒക്കെ ഭയങ്കര അതിശയം വന്നു. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇത്രയും വിഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതേപോലെ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സേവികമാര്, പിന്നെ അതേപോലെ ജോലി ചെയ്യുന്ന ആൾക്കാര്, ഇവരെ എല്ലാവരെയും എങ്ങനെയാണ് കിട്ടുന്നത് ഇത്രയും പെട്ടെന്ന്? അന്നേരം രാജാവിനും ബാക്കി എല്ലാവർക്കും, മന്ത്രിക്കും എല്ലാവർക്കും ഭയങ്കര അതിശയമായി കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം യമദഗ്നിയോട് ചോദിച്ചു, അങ്ങ് ഇത്രയും ഞങ്ങളെ അതിഥി സൽക്കാരം ചെയ്തു, അത് ഇത്രയും ഗ്രേഷ്യസ് ആയിട്ട് എങ്ങനെയാണ് ഇത്രയും അതിഥി സൽക്കാരം ഞങ്ങളെ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പം കാമധേനുവിനെ കാണിച്ചു കൊടുക്കുന്നു. അന്നേരം ഈ കാമധേനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ അത് ഉടനെ അവിടെ സാധിച്ചു തരുമെന്നുള്ളതാണ്. കാമധേനുയെ കാണിക്കുന്നു. ഞാനൊന്നുമല്ല ചെയ്തത്, കാമധേനുവാണ് എല്ലാം ചെയ്തതെന്ന് പറയും. അന്നേരം പറയും, ഈ കാമധേനു ഈ ആശ്രമത്തിലല്ല വാഴേണ്ടത്, എന്റെ കൊട്ടാരത്തിലാണ്. രാജാവിനാണ് ഇങ്ങനെയൊക്കെയുള്ള വസ്തുവിന് അധികാരമുള്ളത്. പക്ഷേ ഓർത്തോണം, സമുദ്ര ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? സമുദ്രം മഥന സമയത്താണെന്നുണ്ടെങ്കിൽ കാമദേവനെ ആർക്കാ കൊടുത്തത്? ഋഷിമാർക്കായിരുന്നു കൊടുത്തത്. പക്ഷെ ഈ രാജാവ് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജകൊട്ടാരത്തിലാണ് ഇങ്ങനെയുള്ള വസ്തുക്കൾ വേണ്ടുന്നത്, ഏറ്റവും സർവപ്രദമായിട്ടുള്ള വസ്തുക്കൾ ഞങ്ങളുടെ കൊട്ടാരത്തിലാണ് വേണ്ടുന്നത്, അതുകൊണ്ട് ഈ കാമദേവനുവിനെ തരാൻ പറയും. പക്ഷെ കാമദേവനുവിന് യമദഗ്നി കൊടുക്കില്ല. ഭയങ്കര യുദ്ധമാകുന്നു. കാമദേവന് സ്വയമാണെന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്ത് അൺമ്യൂട്ട് ഇവർക്ക് ഫോൺ കേട്ടോ, ഡിസ്റ്റർബ് ആവുന്നുണ്ട് ആരായാലും. നമ്മള് എന്നിട്ട് എന്ത് ചെയ്തു? കാമധേനുമായിട്ട് ഭയങ്കര യുദ്ധം നടന്നിട്ട് എല്ലാവരെയും ഓടിക്കുന്നു. കാമധേനു അങ്ങനെ കാർത്തികാർജുനന് വളരെ നിരാശനായിട്ടാണെന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്ത് പോകുന്നു. പക്ഷെ കാമധേനുവിന് പകരം പശുക്കുട്ടിയെ, ഇതിനകത്ത് നാരായണത്തിൽ പശുക്കുട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഭാഗവതത്തിൽ കാമധേനുവിനെ സ്വയം കൊണ്ടുപോയെന്നാ പറയുന്നത്. അങ്ങനെ പശുക്കുട്ടിയെ കൊണ്ടുപോയി, നമ്മുടെ നാരായണത്തിലുള്ളത് തന്നെ നമുക്ക് പറയാം. പശുക്കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. പരശുരാമൻ എന്ത് ചെയ്തു? നേരെ കാർത്തികാർജുനന്റെ രാജ്യത്ത് ചെല്ലുന്നു. പശുക്കുട്ടിയെ ആദ്യം നല്ല മര്യാദയായിട്ട് ചോദിക്കുന്നു, പശുക്കുട്ടിയെ തിരിച്ചു തരാൻ പറയുന്നു. പക്ഷെ പശുക്കുട്ടിയെ തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ വാശി പിടിക്കുന്നു. പക്ഷെ ഭയങ്കര ഘോര യുദ്ധം നടന്നു എന്നുള്ളതാണ്. ഘോരമായിട്ടുള്ള യുദ്ധത്തിൽ കാർത്തികാർജുനനെ കൊന്നിട്ട് പശുക്കുട്ടിയും കൊണ്ട് തിരിച്ച് പരശുരാമൻ ഈ ആശ്രമത്തിൽ വരുന്നു. അങ്ങനെ അവര് കുറച്ചു നാൾ സന്തോഷമായിട്ട് കഴിയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് പരശുരാമനോട് ജമദഗ്നി അച്ഛൻ പറയുന്നു, മകനെ നീയാണെന്നുണ്ടെങ്കിൽ കുറെ ആളുകളെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ പാപത്തിൽ നിന്നിട്ട് മോചനം നേടണം, അതുകൊണ്ട് തീർത്ഥാടനങ്ങളിൽ പോകണം, നീയാണെന്നുണ്ടെങ്കിൽ തപസ് ചെയ്ത് ഇത് ചെയ്യണമെന്ന് പറയും. അങ്ങനെ കുറച്ചു നാളത്തേക്ക് പരശുരാമനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അവിടെ നിന്നിട്ട് ആ ആശ്രമത്തിൽ നിന്ന് മാറി നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ തീർത്ഥാടനങ്ങളും തപസ്സുമായിട്ടൊക്കെ കുറെ നാൾ കഴിയുന്ന സമയത്ത് ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? കാർത്തികാർജുനന്റെ മക്കളായിട്ടുള്ള മക്കള് വന്നിട്ട് ഈ യമദഗ്നിയെ കൊല്ലുക ചെയ്യുന്നത്. അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് യമദഗ്നിയുടെ കഴുത്ത് അറക്കുന്നു. വന്നിട്ട് ആ മക്കള് വന്നിട്ട്
അമ്മയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 21 തവണയാണെന്നുണ്ടെങ്കിൽ നെഞ്ചത്തടിച്ചിട്ട് കരയുന്നു, ആ മാറത്തടിച്ച് കരയുന്നു 21 തവണ. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? പരശുരാമൻ അപ്പോഴത്തേക്ക് ആ സമയം തന്നെ അവിടെ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ശിവഭഗവാനെയൊക്കെ തപസ് ചെയ്ത് ഭയങ്കര പ്രസന്നനാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ശിവൻ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ മഴുവും പിന്നെ ഭയങ്കര അസ്ത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിവ്യ അസ്ത്രങ്ങളൊക്കെ കഷ്ടമാക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ മുനി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ കിട്ടിയെന്നുള്ളത്. അങ്ങനെ അവിടെ വരുന്ന സമയത്ത് ഈ രംഗം കാണുന്ന അമ്മ മാറത്തടിച്ച് നിലവിളിക്കുന്ന അച്ഛൻ അവിടെ മരിച്ചു കിടക്കുന്നു. അങ്ങനെ കണ്ടിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ശുക്രമുനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? വന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ജമദഗ്നി ജീവിപ്പിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ അപ്പോഴത്തേക്ക് പരശുരാമൻ അവിടെ പോയി എല്ലാ കുലത്തിനെ നശിപ്പിക്കുക എന്നുള്ളത്, ക്ഷത്രിയ കുലത്തിനെ മൊത്തം നശിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് എന്താ, ആര് ബ്രാഹ്മണന്മാർക്ക് എതിരാവുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ബ്രഹ്മണ്യത്തിൽ അവർ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുന്നുണ്ടോ, അവരെ എല്ലാവരെയും തച്ചുടച്ചു കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ക്ഷത്രിയരെ മൊത്തം 21 തവണ ക്ഷത്രിയ കുലം മൊത്തം മുടിപ്പിച്ചതിന് ശേഷം സമന്തപഞ്ചത്തിൽ പോയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുളിച്ച് ശുദ്ധനായിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി മൊത്തം സമുദ്രത്തിലായി പോയായിരുന്നു. ആ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഋഷിമാരെല്ലാരും പറഞ്ഞു ഞങ്ങൾക്ക് തപസ് ചെയ്യാൻ സ്ഥലമില്ല, അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തപസ്സിന് വേണ്ടി സ്ഥലം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്ത് ആഗ്നേയാസ്ത്രം ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മഴു എറിഞ്ഞിട്ട് കേരളം ഉണ്ടെന്ന് പറഞ്ഞു. മീൻസ് അത്രയും സ്ഥലം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പരശുരാമന് ആഗ്നേയാസ്ത്രം ഉപയോഗിച്ചിട്ട് വെള്ളം എല്ലാം പറ്റിച്ചിട്ട് കരയാക്കി കൊടുത്തു. അന്ന് പക്ഷെ പറഞ്ഞിരുന്നെന്നുള്ളതാ, എന്താ, നിങ്ങളെപ്പോ എന്നെ സ്മരിക്കുന്നുണ്ടോ അന്നേരം ഞാൻ നിങ്ങൾക്ക് ഏത് ആവശ്യം വന്നു കഴിഞ്ഞാലും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ബ്രാഹ്മണരെ എല്ലാവരെയും അവിടെ താമസിപ്പിച്ചു. അങ്ങനെ ഭയങ്കര ഇതായിട്ട് അവരിരിക്കുന്ന സമയത്ത് ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പരശുരാമൻ പറഞ്ഞിട്ടില്ലായിരുന്നു, എന്നെ എപ്പോ സ്മരിക്കുന്നുണ്ടോ, എന്റെ ആവശ്യം എപ്പോഴാണ് ഇവിടെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം സ്മരിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് പക്ഷെ ഇതിനകത്തൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ വേറെ വായിച്ചെനിക്ക് കിട്ടിയ ഒരു അറിവാണ് ഇത്. ആരാ സ്മരിക്കുമെന്ന് പറഞ്ഞിരുന്നോണ്ടുണ്ടല്ലോ, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തത് അറിയാമോ? ഈ ബ്രാഹ്മണന്റെ എല്ലാം കൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പരശുരാമനെ വിളിച്ച സമയത്ത് ഒരു കാര്യമില്ല, ചുമ്മാതെ വിളിച്ചിരിക്കുന്നത്. അന്നേരം പരശുരാമൻ ശപിച്ചു പോയി. ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമി ഉണ്ടാക്കിയത്, പക്ഷെ നിങ്ങൾ ആസുരന്മാരുടെ ഒരു സങ്കേതമാണ് ഈ ഭൂമി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആസുരികത ഇവിടെ നെടുന്നാൾ വാണിയിടട്ടെ എന്ന് പറഞ്ഞുള്ള അനുഗ്രഹം കൊടുത്തുന്നവരെ. അതുകൊണ്ടാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്ര ആസുരികത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ആസുരികതയില് ഭഗവാന്റെ നാമം കൊണ്ട് ഈ ആസുരികതയെല്ലാം മാറ്റി ഭഗവത് ധാമാക്കിയിട്ട് നമുക്ക് മാറ്റണം. അതിന് ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ ഒരു മന്ത്രത്താല് നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ ആസുരികതയും മാറ്റണം. നമുക്ക് സംഭവിച്ചു, പാസ്റ്റ് ഉള്ളി. പക്ഷെ ഇപ്പോഴത്തെ പ്രസന്റ് നമുക്ക് നോക്കണം. പ്രസന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതെല്ലാം അവർ പ്രാവർത്തികമാക്കുന്നുണ്ട്. നമുക്കതൊക്കെ സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് എന്താക്കണം? നല്ല ഒരു ഭഗവാന്റെ ധാമാക്കിയിട്ട്, വൃന്ദാവന ധാമാക്കിയിട്ട് നമുക്ക് മാറ്റണം. ഭഗവാൻ എന്താ പറയുന്നത്? നിങ്ങൾ എവിടെ താമസിക്കുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് വൃന്ദാവനമാക്കാന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? ഭഗവത് സേവ എവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഭഗവാന്റെ നാമം എവിടെ ഉണ്ടോ, തീർച്ചയായിട്ടും രാധാറാണിയും കൃഷ്ണനും അവിടെ എത്തിയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സത്സംഗങ്ങൾ വരട്ടെ, അല്ലെങ്കിൽ കൂടുതൽ സത്സംഗങ്ങളിൽ കൂടി കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അവരുടെ ജീവിതം വെറുതെ ഒരു കാതിൽ കൂടെ കേട്ട് വേറൊരു കാതിൽ കൂടെ കളയുമല്ല ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ ഈ സത്സംഗത്തിൽ എന്ത് കിട്ടുന്നുണ്ടോ അതവർ പ്രാവർത്തികമാക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. അത് തീർച്ചയായിട്ടും കുറേശ്ശെ വരും. പിന്നെ
സഡനായിട്ട് ഒരു സുപ്രഭാതത്തെ എല്ലാം അങ്ങ് മാറ്റിമറിക്കണമെന്നൊന്നും വിചാരിച്ചാൽ നടക്കത്തില്ല. ഏത് കാര്യം പയ്യെ തിന്ന പനയും തിന്നാമെന്ന് പറയുന്നത്. ഏത് കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാവകാശം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം നമുക്ക് കാണും. ഭഗവാനും നമ്മളെ പരീക്ഷിക്കും. എന്താണ് ഇവര് ചെയ്യുന്നത്, ഇവര് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുമ്മാ പറയുന്നത് മാത്രമേ ഉള്ളൂ, വായു കുടിഞ്ഞിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ എന്താണ് വേണ്ടുന്നത്, പ്രവൃത്തി പ്രവൃത്തിയും വാക്കും ഒരേപോലെ ആയിരിക്കണം. ചില ആൾക്കാർ എന്താ ചെയ്യുന്നത്, പ്രവൃത്തി വെറുതെ ആവുന്നുണ്ടെങ്കിൽ വാക്കാലെ പറഞ്ഞുകൊണ്ട് പോകും, പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ ഒന്നും കാണില്ല. അങ്ങനല്ല വേണ്ടുന്നത്. നമ്മൾ എന്ത് പറയുന്നുണ്ടോ അത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടുതൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഊന്നൽ കൊടുക്കണം എന്നുള്ളത്, അതിനെ എംബസൈസ് ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും എന്നുള്ള പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറെ അവര് പ്രവൃത്തിയുടെ കൂടെ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. നമുക്ക് അതുകൊണ്ട് നല്ല ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മുടെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഇതിനകത്ത് ദശകം 36 വേറൊരു കഥയും കൂടിയുണ്ട്, ദത്താത്രേയ മഹർഷിയുടെ കഥ. ദത്താത്രേയ മഹർഷി നമ്മൾ കേട്ടിട്ടുണ്ട്. അതും ഭഗവാന്റെ തന്നെ ഒരു അവതാരം, ഒരു കുഞ്ഞൊരു അവതാരം, അംശാവതാരം എന്ന് പറയും അതിന്. അന്നേരം അത്രി മഹർഷിയുടെ ഭാര്യയാണ് അനസൂയ. അനസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പാതിവൃത്യത്തിൽ അവരാണ് ഏറ്റവും മുൻഗണനയിലുള്ളത്. നാരദർ എന്ത് ചെയ്തു, ലക്ഷ്മി ദേവിയോടും ശ്രീപാർവതിയോടും പിന്നെ ആണെന്നുണ്ടെങ്കിൽ സരസ്വതി ദേവിയോടും ചെന്ന് പറഞ്ഞു കൊടുത്തു, കണ്ടില്ലേ അവിടെ അത്രി എന്ന് പറയുന്ന ഒരു മഹർഷിയുണ്ട് ഭൂലോകത്തില്, അവരുടെ അനസൂയ ആണ് ഭാര്യ, പക്ഷെ അവരെ വെല്ലാനെ കൊണ്ടുണ്ടല്ലോ, പാതിവൃത്യത്തെ വെല്ലാൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലും ഇല്ല. അന്നേരം ഈ 3 പേരും വിചാരിച്ചിരിക്കുന്നത് എന്തോന്ന്, പതിവ്രതമാരിൽ ഏറ്റവും ഞങ്ങളാണ് ഹൈയിലുള്ള എന്നാണ്. പക്ഷെ നാരദമുനി ഒരു നോട്ട് കൊടുത്തു, എന്താ, നിങ്ങളൊന്നും അല്ല ആ പാതിവൃത്യത്തില, പക്ഷെ ആ അനസൂയ കണ്ടുപഠിക്കണം കേട്ടോ. എന്താ അവരുടെ ആ പാതിവൃത്യം എന്ന് അറിയാമോ, അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് കുറെ അങ്ങ് ചടായിച്ചു, എന്താ പറയുന്ന കയറ്റി കൊടുത്തു. അങ്ങനെ ആയപ്പോഴേ ലക്ഷ്മി ദേവിയും പാർവതി ദേവിയും സരസ്വതി ദേവിയും കൂടെ എന്ത് വിചാരിച്ചു, ശരി ഇത്രയൊക്കെ നാരദ മഹർഷിയാണെന്നുണ്ടെങ്കിൽ അനസൂയെ പറ്റി പുകഴ്ത്തുന്നുണ്ടല്ലോ, നമുക്കിതൊന്ന് പരീക്ഷിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് ഇവര് തന്റെ ഭർത്താക്കന്മാരോട് പറയുന്നു. അങ്ങനെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് എന്ത് ചെയ്യുന്നു, സന്യാസിയുടെ വേഷത്തിലാണെന്നുണ്ടെങ്കിൽ ഈ അനസൂയ ദേവിയുടെ ആശ്രമത്തിൽ വരുന്നു. അനസൂയ ദേവിയുടെ ആശ്രമത്തിൽ വരുന്ന സമയത്ത് പിശാന്തേകി പറയുന്നു, അന്നേരം അത്രി മഹർഷി അവിടെ ഇല്ല. പിശാന്തേകി പറയുന്നു, ഭിക്ഷയും കൊണ്ട് അനസൂയ ദേവി ചെല്ലുന്ന സമയത്ത് പറയും, ഇങ്ങനെ ഭിക്ഷ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിക്കില്ല. പിറന്നിടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ നഗ്നയായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഭിക്ഷ തരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കത്തുള്ളൂ എന്ന് പറയും. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആശ്രമവാസികളല്ലേ, ദൈവത്തിന്റെ കാര്യങ്ങളിൽ മാത്രമല്ലേ ജീവിതം മൊത്തം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കും ആത്മജ്ഞാനമുണ്ട്. അവര് ഉടനെ അഹക്കണ്ണി കണ്ടു, എന്നേക്കുള്ള പരീക്ഷണമാണിത്, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാണ് വന്നിരിക്കുന്നത്. അന്നേരം ഈ പരീക്ഷണത്തെ ഞാൻ അഥവാ ഭിക്ഷ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അതും പാപമാ. ഭിക്ഷ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്? അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്ന് അറിയുമോ, ശരി തരാമല്ലോ ഭിക്ഷ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വേണം, പിറന്നിടം വരണം എന്ന് പറഞ്ഞാൽ ഒരു പിറന്ന കുഞ്ഞിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാ പിറന്ന കുഞ്ഞെങ്ങനെയാ വരുന്നത്, അതേപോലെ നിങ്ങളും കുഞ്ഞു വാവകളായിട്ട് പിറന്നതുപോലെ പിറന്ന ആ സമയത്ത് എങ്ങനെയുള്ള കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങളും വരണമെന്ന് പറയും. ചെയ്തെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഉടനെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ആ 3 കുഞ്ഞുങ്ങളായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കരയാൻ തുടങ്ങി. അനസൂയ ദേവി എന്ത് ചെയ്തു, 3 തൊട്ടിലുണ്ടാക്കി. 3 തൊട്ടിലും ഇവരെ ഇങ്ങനെ താരാട്ട് പാടി ഉറക്കി, പിന്നെ അവരെ ഇങ്ങനെ കുളിപ്പിച്ചു. അങ്ങനെ അവര് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ശ്രീപാർവതിയും നോക്കുന്ന സമയത്ത് തന്റെ ഭർത്താക്കന്മാർ തിരിച്ചു വരുന്നില്ല. എത്രയോ നാളുകൾ കഴിഞ്ഞു, ഇതുവരെ എന്തേ വരാഞ്ഞത്? ഉടനെ അവര് വന്നു, ഭൂലോകത്ത് വന്ന് നോക്കുന്ന സമയത്ത് അവരുടെ ഭർത്താക്കന്മാർ എന്താ ചെയ്യുന്നത്, പിള്ളയാട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടിലിൽ കിടന്ന് കളിക്കുക കാണുന്നത്. ഉടനെ അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ വന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, അനസൂയ ദേവിയുടെ കാൽപാദത്തിൽ അവർ വീണു. കാൽപാദത്തിൽ വീണിട്ട് മാപ്പ് ചോദിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു തരണമെന്ന് പറയും. അങ്ങനെയാ അവരെ ഭർത്താക്കന്മാരെ തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ ആ 3 സ്വരൂപങ്ങളുടെയും കൂടെ ഒന്നായി എന്ന് മനസ്സിലായി പറഞ്ഞ ഭഗവാന്മാരുടെ ആ 3 സ്വരൂപം കൂടി ഒന്നായിട്ട് ദത്താത്രേയൻ എന്ന് പറയുന്ന ഒരു
മഹർഷിയായിട്ട് ഭഗവാൻ 3 പേരും ദൈവമാണിത്. കൂടുതൽ ഈ കർണാടകക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദത്താത്രേയ മഹർഷിയെ കൂടുതലും അവർ ആരാധിക്കുന്നതെന്നുള്ളത്, ദത്താത്രേയ ഭഗവാനെ ആരാധിക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെ ആ 3 കൂടെ ഒരു രൂപമായിട്ട് ദത്താത്രേയനായിട്ട് അവർക്ക് അനസൂയാദേവിയുടെ അവിടെ ഇതെന്നുള്ളത് അനസൂയാദേവിക്ക് കൊടുത്തു. തന്റെ മൂലസ്വരൂപത്തിൽ അവർ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയാണ് ദത്താത്രേയ മഹർഷിയുടെ കഥ. ഇതിനകത്ത് 2 കഥയാണുള്ളത്, ദത്താത്രേയ മഹർഷിയുടെ കഥയും പരശുരാമചരിതം. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. പരശുരാമചരിതം നമുക്കൊന്ന് വായിക്കാം. ഹരേ കൃഷ്ണ. ഹരി ഓം. അത്രേ പുത്രതയാ പുരാതം. ദശകം 36 പരശുരാമചരിതം. ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായി പറയുന്നത്. ദശകം 36 പരശുരാമചരിതം. അത്രേ പുത്രതയാ പുരാത്തോ മനസൂയായാ ഹിതത്താഭിതോ ജാതാ ശിഷ്യ നിബന്ധതേന്ദ്രിതമനാ സ്വസ്ഥച്ചരൻ കാന്തയാ ദുഷ്ടാഭക്തതമീനകേകയമഹീപാലേന തസ്മൈവരാൻ അഷ്ടൈശ്വര്യമുഖാം പ്രദായ ദദിദാസേനൈവ ജാന്തേവതാം. അത്രേ പുത്രതയാ പുരാതം അനസൂയായാ ഹി ദത്താഭിതോ ജാതാ ശിഷ്യ നിബന്ധതേന്ദ്രിതമനാ സ്വസ്ഥച്ചരൻ കാന്തയാ ദുഷ്ടോ ഭക്തതമേന കേകയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിദാസേനൈവ ജാന്തേവതം. അത്രേ പുത്രതയാ പുരാതമനസൂയയായാ ഹി ദത്താഭിതോ ജാതാ ശിഷ്യ നിബന്ധതേന്ദ്രിതമനാ സ്വസ്ഥച്ചരൻ കാന്തയാ ദിഷ്ടോ ഭക്തതമേന കേകയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിദാസേനൈവ ജാന്തേവതം. അത്രേ പുത്രതയാ പുരാതം അനസൂയയാ ഹി ദത്താഭിതോ ജാതാ ശിഷ്യ നിബന്ധതേന്ദ്രിതമനാ സ്വസ്ഥച്ചരൻ കാന്തയാ ദിഷ്ടോ ഭക്തതമേന ഹേകയമഹീപാലേന തസ്മൈ വരാന് അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിദാസേനൈവ ജാന്തേവതം. അത്രേ പുത്രതയാ പുരാതം അനസൂയായാ ഹി ദത്താഭിതോ ജാതാ ശിഷ്യ നിബന്ധതേന്ദ്രിതമനാ സ്വസ്ഥച്ചരൻ കാന്തയാ ദിഷ്ടോ ഭക്തതമേന ഹേകയമഹീ പാലേന തസ്മൈ വരാന് അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിദാസേനൈവ ജാന്തേവതം. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവാൻ. അത്രേ പുത്രതയാ പുരാതമനസൂയയാം ഹി ദത്താഭിതോ ജാതശിഷ്യ നിബന്ധതേന്ദ്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേകേയമഹീപാലേന തസ്മൈ വരാന അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിദാസേനൈവ ജാന്തേവതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. അത്രേ പുത്രത്രയാ പുരാ ത്വമനസൂയയാ ഹി ദത്താഭിതോ ജാതാ ശിഷ്യ നിബന്ധ ഇന്ദ്രിതമനാ സ്വസ്ഥാശരൻ കാന്തയാ ദുഷ്ടോ ഭക്തിതമേന ഹേകേയമഹീപാലേന തസ്മൈ വരാ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിദാസേനൈവ ജാന്തേവതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ വേറെ. ഹരേ കൃഷ്ണ. അത്രേ പുത്രതയാ പുരാതമനസൂയായാം ഹി ദത്താഭിതോ ജാതാ ശിഷ്യ നിബന്ധതേന്ദ്രിതമനാ സ്വസ്ഥാശ്വരൻ കാന്തയാ ദുഷ്ടോ കാന്തയാ ദുഷ്ടോ തദമേന ഹേഹയമഹി പാലേന തസ്മൈ വരാ നഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദിദിദാസേനൈവ ജാന്തേവതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇനി ആരെങ്കിലും വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ.
അത്രേ പുത്രതയാ പുരാത്വമനയാം ഹി ദത്താഭിതോ ജാതാശിക്ഷ്യ നിബന്ധതന്ത്രിതമന സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന കേഹയാ മഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിതാ സേനൈവ ചാം ദേവതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ ഒരു പ്രവചോട് വായിച്ചോളൂ ഇനി. ഹരേ കൃഷ്ണ. ഞാൻ വായിച്ചോളൂ. അത്രേ പുത്രതയാ ഹരിബോല. അത്രേ പുത്രതയാ പുരാ ത്വം അനസൂയായാം ഹി ദത്താഭിതോ. അത്ര മഹർഷിയുടെ ഭാര്യയായിട്ടുള്ള അനസൂയാദേവിയില് ദത്തൻ എന്നുള്ള നാമത്തിൽ അങ്ങ് അവതരിച്ചില്ലേ. ആര് പറയുന്നത്? നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുക ഇത് കേട്ടോ. ഞാൻ എപ്പോഴും പറയില്ലേ, അവർ രണ്ടുകൂടെയുള്ള സംവാദമാണ് ഈ ഇതെന്ന്. ആക്ച്വലി ഈ നാരായണീയം ദാദാ ശിഷ്യൻ നിബന്ധതന്ത്രിതമന സ്വസ്ഥചരൻ കാന്തയ. എന്നിട്ട് എന്താ, ഞാൻ ഈ കഥകളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് അവർ അത്രയൊന്നും പറഞ്ഞിട്ടില്ല. അനസൂയാദേവി അത്രി മഹർഷിയുടെയും പുത്രനായിട്ട് ദത്തൻ എന്നുള്ള നാമധേയത്തിൽ അങ്ങ് അവതരിച്ചില്ലേ. അവതരിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തപസ്സിനകത്ത് എന്തോ ശിഷ്യന്മാർ കൂടുതലായി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, നേരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാട്ടിൽ പോയിട്ട് അങ്ങ് തപസ് ചെയ്യാൻ പോയി എന്നുള്ളതാണ്. സ്വസ്ഥചരൻ കാന്തയ ദിഷ്ടോ ഭക്തതമേന കേകയമഹി പാലേന തസ്മൈ വരാന്. എന്നിട്ട് എന്ത് ചെയ്തു? കാർത്തിക വീരാർജുനന് ദർശനം കൊടുത്തു. ഭയങ്കര ഭക്തനാണ് അദ്ദേഹം. കാർത്തിക വീര അർജുനന് ഭയങ്കര ഭക്തനാണ്. ദത്തനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ദത്ത മഹർഷിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഭഗവാൻ സ്വയമാണല്ലോ. എന്നിട്ട് വരം കൊടുത്തു, വരങ്ങൾ കൊടുത്തു. തസ്മൈ അഷ്ടൈശ്വര്യം സിദ്ധി കൊടുത്തു എന്നുള്ളതാ. എന്നിട്ട് വരം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ചേനൈവ ചാന്തൈവതം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്നാൽ നീ മരിക്കപ്പെടും, എന്നാൽ നീ വധിക്കപ്പെടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാ വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? മോക്ഷപ്രാപ്തി, മുക്തിപ്രാപ്തി. മനസ്സിലായി പറഞ്ഞത്? അന്നേരം ഇവിടെ അത്രി മഹർഷിയുടെ ഭാര്യയായിട്ടുള്ള അനസൂയ ദേവിയിലെ ദത്തൻ എന്ന നാമധേയത്തിൽ അങ്ങ് അവതരിച്ചില്ലേ. ഭട്ടതിരിപ്പാട് പറയുവാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ദത്തനാണെന്നുണ്ടെങ്കിൽ ദത്ത മഹർഷിക്ക് ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ശിഷ്യന്മാർ ഒരുപാടുണ്ടായ ഉത്തരവാദിത്തങ്ങളും കൂടുമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്വസ്ഥമായിട്ട് എനിക്ക് തപസ് ചെയ്യണം, എനിക്ക് ഭഗവാന്റെ ആ പൂർണ്ണ രൂപത്തിലേക്ക് തിരിയണം എനിക്ക് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം ഈ ആശ്രമം ഉപേക്ഷിച്ചിട്ട് വേറെ തപസ്സിനായിട്ട് അങ്ങ് ഉൾക്കാട്ടിലേക്ക് പോകുന്നു. പക്ഷേ കാർത്തിക വീര അർജുനനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭക്തനാണ്. അതുകൊണ്ട് എന്താ, ഭക്തന്മാരെ ഭഗവാൻ തിരിച്ചറിയാമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? അഷ്ടൈശ്വര്യ സിദ്ധി പ്രദാനം ചെയ്തു, വരം കൊടുത്തു. അതോടൊപ്പം തന്നെ കൊടുത്തു, എന്നാൽ തന്നെ നീ വധിക്കപ്പെടൂ എന്നുള്ള ആ വരം കൂടി കൊടുത്തു എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാ? മോക്ഷത്തിന് വേണ്ടിയിട്ടാ അങ്ങനെ കൊടുക്കുന്നത്. ഭഗവാന്റെ ഓരോരോ ലീലകളിലും എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലുമൊക്കെ നമുക്ക് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ കരഞ്ഞു വിളിച്ചിരിക്കരുത്. ഇത് ഭഗവാന്റെ ഒരു ലീലയാണ്. അതുകൊണ്ട് കൂടുതൽ നമ്മൾ നാമങ്ങളിൽ മുഴുകുക, കൂടുതൽ സത്സംഗങ്ങളിൽ പോവുക, അതേപോലെ കൂടുതൽ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളും കൂടി ചെയ്ത പോലെ ഭഗവാൻ തോറ്റ് നമ്മുടെ അടുത്ത് വരുമെന്നുള്ളതാണ്. ഭഗവാൻ അത്രയ്ക്കും ഭക്തപ്രിയനാണ്. നമ്മൾ കണ്ടതല്ലേ അംബരീഷനെ എങ്ങനെയാ അനുഗ്രഹം കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അംബരീഷൻ പോലും അറിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. എന്താ സുദർശന ചക്രം അംബരീഷനിൽ ഉണ്ടെന്നുള്ളത്. എന്താ ദുർവാസാവിനെ പോലുള്ള ഒരു മഹർഷിയാണ് ഭഗവാൻ എന്താ ചെയ്തത്? ഭക്തന്റെ കാൽപാദത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത്. അതാണ് ഭക്തവാത്സല്യം ഭഗവാനുള്ളത്. ഭഗവാനോളം ഭക്തവാത്സല്യം ഉള്ളത് വേറെ ആർക്കും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഗുരുവായൂരപ്പന്റെ തൃപാദത്തിൽ നമ്മൾ പിടിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാവും തീർച്ചയായിട്ടും. കുറച്ചൊക്കെ ഉണ്ടല്ലോ, എന്താ നമ്മുടെ ആ പാവങ്ങള് നമ്മുടെ കർമ്മങ്ങളും നമ്മൾ അനുഭവിച്ചേ തീരത്തുള്ളൂ. ആ കർമ്മങ്ങളിൽ ഒരു
ഒരൊറ്റ ഒരു ശകലമെങ്കിലും ഉണ്ടെങ്കിൽ മുക്തിപ്രദായനിലെ മുക്തി തരാൻ പറ്റാതെ വരും. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ കർമ്മം പുണ്യമായാലും പാപമായാലും നമ്മളെ കൊണ്ട് അനുഭവിച്ച് ഈ ലോകത്ത് തന്നെ തീർക്കും എന്നുള്ളതാ. മുക്തി തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്ത് വന്നാലും ഐശ്വര്യങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ കുചേലനെ പോലെയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ മറക്കാതെ നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ഐശ്വര്യത്തെ ആയാലും സങ്കടത്തെ ആയാലും എല്ലാം ഭഗവാന്റെ ആ തൃക്കാൽക്കൽ സമർപ്പിച്ചിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഗുരുവായൂരപ്പൻ, ആ മുക്തിപ്രദായകൻ, ആ മുരാരി നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കാതെ എവിടെ പോവാനാ? ഇവിടെ അതേപോലെ ദത്ത മഹർഷിയുടെ അനുഗ്രഹം ഇവിടെ ആർക്ക് കിട്ടി? കാർത്തിവീര അർജുനന് കിട്ടിയെന്നുള്ള മഹാരാജാണ്. കത്തും അർജുനസ്യ ജവരം തശക്തിമാത്രാനിതം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാ ഹരേ രാമോ നാമ തദാത്മജേശവരജ പിത്രോരഥാ സമ്മതം. സത്യം കർത്തും അത അർജുനസ്യ ജവരം തച്ഛക്തിമാത്രാനഥാ ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലാഹന്തും ച ഭൂമേർഭര സഞ്ജാതോ യമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാ ഹരേ രാമോ നാമ തദാത്മജേശവരജ പിത്രോരഥാ സമ്മതാ. സത്വം കാർത്തു അദാർജുനസ്യ ജവരം തച്ഛക്തിമാത്രാനഥാ ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമീർഭരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാ ഹരേ രാമോ നാമ തദാത്മജേശവരജ പിത്രോരഥാ സമ്മതാ. സത്യം കർത്തും അത അർജുനസ്യ ച വരം തച്ഛക്തി മാത്രാനദം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സഞ്ജായതോ യമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായ ഹരേ രാമോ നാമ തദാത്മജേശവരജ പിത്രോരഥാ സമ്മതം. സത്യം കർത്തു അത അർജുനസ്യ ച വരം തച്ഛക്തി മാത്രാനിതം ബ്രഹ്മദ്വേഷി തദാ അഖിലം നൃപകുലം ഹന്തും ച ഭൂമേർ പരം സഞ്ജാതോ യമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായ ഹരേ രാമോ നാമ തദാത്മജേശവരജ പിത്രോരഥാ സമ്മതം. വായിക്കാൻ പറ്റുമോ? നോക്കി. ഹരേ കൃഷ്ണ. സത്യം കർത്തൃമദാർജുനസ്യ ജവരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷി സദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർപരം സംജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാ ഹരേ രാമോ നാമ തദാത്മജേശ്വരജ പിത്രോരഥാ സമ്മതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സത്യം അദർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനഥം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർപരം സംജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാ ഹരേ രാമോ നാമ തദാത്മജേശവരജ പിത്രോരഥാ സമ്മതം. ഹരേ കൃഷ്ണ. അയ്യോ, കറിയിൽ മഞ്ഞളിടാൻ മറന്നുപോയി. മഞ്ഞളിട്ടില്ലെന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു കളർ വരുമോ? ഇല്ല അല്ലേ? എവിടെ മറന്നുപോയി? സത്യം കറുത്തു പറഞ്ഞില്ല. മദാർജുനസ്യ പറഞ്ഞത്. പിന്നെ എല്ലാ ചേരുവ ഒരേപോലെ വന്നാലേ ആ കറി ആയാലും ഏത് കാര്യമായാലും ശരിയാവും. വായിക്കാം മാതാജി. ഹരേ കൃഷ്ണ. വേണ്ട, സാരമില്ല, കുഴപ്പമില്ല, അത് വിട്ടുപോയത്. കർത്തുമദാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർപരം സംജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാ ഹരേ രാമോ നാമ തദാത്മജേശവരജ പിത്രോരഥാ സമ്മതം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്, നല്ലതായിട്ടുണ്ട്. ഇനി അടുത്ത ആൾ വായിക്കൂ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സത്യം കർത്തുമഥാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഹരം സഞ്ജാതോ ജമദഗ്നിദോ ഭൃഗകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ ദദാത്മജേഷവരജ പിത്രോരഥാ സമ്മതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നീ പ്രഭുജിമാരിൽ ഒരാൾ വായിക്കൂ. കടുവർക്ക് ഒരാളെ ഉള്ളൂ ഇന്ന്. വായിക്കേ. ഹരേ കൃഷ്ണ. സത്യം കർത്തുമഥാർജുനസ്യ ച വരം തച്ഛക്തി മാത്രാനദം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തു ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാ സമ്മതം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നല്ലതായിട്ട് വായിച്ചു. സത്യം കർത്തും അധാർജുനസ്യ ജവരം. അർജുന നമ്മളൊക്കെ മുമ്പേ കണ്ടല്ലോ, കാർത്തികാർജുനന് എന്താ കൊടുത്തത്? എന്നാലേ നിനക്ക് മരണപ്പെടുവെന്നല്ലേ കൊടുത്തത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ വരം സത്യമാക്കാൻ വേണ്ടിയിട്ട് തച്ഛക്തി മാത്രാനതം. എന്നിട്ട് എന്ത് ചെയ്തു? തച്ഛക്തി മാത്രാനതം. ആ കാർത്തികാർജുന വീരനായിരുന്നു. തച്ഛക്തി മാത്രാനതം എന്ന് പറഞ്ഞാൽ ആ സമയത്തുണ്ടല്ലോ കാർത്തികാർജുന വീരനായിരുന്നു ചക്രവർത്തി. ആ ചക്രവർത്തിയുടെ അണ്ടറിലാണ് ബാക്കി എല്ലാവരും. അന്നേരം എന്താ ഇപ്പം ജൈവജന്മാരോട് ഭഗവാൻ എന്തായിരുന്നു പറഞ്ഞത്? നിങ്ങൾക്ക് 3 ജന്മം കൊണ്ട് ആസുരികമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തിരിച്ചു വരാൻ പറ്റുന്നില്ലായിരുന്നു. ഇതുപോലെ ഈ കാർത്തികാർജുനനെ കൊണ്ടും ഭഗവാന്റെ തന്നെ ലീല എന്താ, ബ്രാഹ്മണരെ എല്ലാം ദ്രോഹിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാ? ഈ കാർത്തികാർജുനനെ കൊല്ലണ്ടേ, ഭഗവാൻ തന്നെ വന്നിട്ട് കൊല്ലണ്ടേ, അതിനു വേണ്ടിയിട്ട്. ഹേ ഹരേ ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തുഞ്ച ഭൂമേർ ഭരം. ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് നൃപകുലത്തിന് എല്ലാത്തിനെയും ആണെന്നുണ്ടെങ്കിൽ ഈ കാർത്തികാർജുന വീരന് ദ്വേഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് സഞ്ജാതോ ഹേ ജമദഗ്നിതോ ഭൃഗുകുലി, ഭൃഗുകുലത്തില് ജമദഗ്നിയുടെ മകനായിട്ട് ത്വം അങ്ങ്. എന്നിട്ട് ആരാ? രേണുകായ ഹരേ, ജമദഗ്നിയുടെയും രേണുകാദേവിയുടെയും മകനായിട്ട് അങ്ങ് അവതരിക്കുന്നു. രാമോ നാമ തദാത്മജേഷവരജ പിത്രോരഥ സമ്മതം. അവരുടെ ഒടുക്കത്തെ പുത്രനായിട്ട് രാമൻ എന്നുള്ള നാമധേയത്തോടുകൂടി ഭഗവാൻ അവിടെ അവതരിക്കുന്നു. അമ്മയച്ഛന്മാർക്ക് വളരെ സന്തോഷമായി എന്നുള്ളതാ. ഭഗവാന്റെ അവതാരമല്ലേ, ഭഗവാന്റെ ഏത് അവതാരം ആയി കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ അമ്മയച്ഛനും എത്രയോ ഭാഗ്യവാന്മാരായിരിക്കും. അതുകൊണ്ട് ആ ഭഗവാന്റെ അവതാരത്തില് രാമൻ എന്നുള്ള പേരില്, പരശുരാമൻ എന്നുള്ള പേരിലാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ സ്വയം അവിടെ അവതരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഇന്നറായിട്ട് എന്താണ്? കാർത്തികാർജുന വീരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ വരം കൊടുത്തിട്ടില്ലേ, എന്നാൽ തന്നെ നീ വധിക്കപ്പെടുവോ എന്നുള്ളത്. അന്നേരം അത് സത്യമാക്കണ്ടേ? അന്നേരം അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും വരണ്ടായോ? കാർത്തികാർജുനനെ എന്തിനു വേണ്ടിയിട്ടാ കൊല്ലുന്നത്? ചക്രവർത്തിയാണ് അവന്. പക്ഷേ ലോകം മൊത്തം അധർമ്മം ആയി കഴിഞ്ഞു. അധർമ്മത്തില് മുങ്ങുവാണ്. ബ്രാഹ്മണരെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് എല്ലാ ക്ഷത്രിയന്മാരും. അതിനെ എല്ലാത്തിനെയും നിശേഷം തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ അവതാരം എടുക്കുന്നത്. ലപ്താനാം നായകന് ചതുർദശമയാ ഗന്ധർവരാജീമനാദ് സക്താങ്കിലമാതരം പ്രതിവിദോ ക്രോധാകുല സാജ്ഞയാ താരാചാദിക സോദരേ സമമിമാം ചിത്യാദശാന്താപിതോ തേഷാ ജീവനയോഗമാവിധവരം മാതാച്ചതേതാതുരാൻ. ദത്താനാം നായകന ചതുർദശമയാ ഗന്ധർവരാജേമനാക് ആസക്താങ്കിലമാതരം പ്രതിപിദോ ക്രോധാകുല സാധ്യയാ താരാജ്ഞാതിക സോദരേ സമയിമാം ചിത്താദശാന്താത്വിദോ തേഷായീവനയോഗമാവിധവരം മാതാച്ചതേതാത്വരാൻ. ലപ്താംനായ ഗണചതുർദശവയാം ഗന്ധർവരാജേമനാക് ആസക്താഖിലമാതരം പ്രതിപിദും ക്രോധാകുല സാജ്ഞയാ താരാജ്ഞാതിക സോദരേ സമയിമാൻ ചിത്യാദശാന്താത്വിദോ തേഷായീവനയോഗം ആപിതവരം മാതാച്ചതേതാത്വരാൻ.
ലബ്ധ ആപ്നായ ഗണചതുർദശ വയാ ഗന്ധർവരാജേ മനാക്ക് ആസക്താഖിലമാതരം പ്രതിപിതു ക്രോധാകുലസാജ്ഞയ താദാജ്ഞാദിക സോദരേ സമയിമാം ചിത്യാദ ശാന്താത് പിതു തേഷാം ജീവനയോഗം ആപിതവരം മാതാചതേതാത് വരാൻ. അല്ലെ, വായിക്കാമോ? വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഉം. ലപ്താത്മയാ ഗണ ചതുർദശ വയാ ഗന്ധർവരാജേ മനാ ആസക്താഖില മാതരം പ്രതിവിദു ക്രോധകുലസ്യജ്ഞയാ താതജ്ഞാതിഗസോദരൈ സമമിമാം ചിത്താദ ശാന്താൽപിതു തേഷാം ജീവയോഗമവിദവരം മാതചാദേദ്വരാൻ ഹരേ മാതാചതോദ്വരാൻ മാതാചതേതോദരാൻ. ഹരേ കൃഷ്ണ മാതാജി. ജീവനയോഗമാപിതവരം മാതാചതേതാദ്വരാൻ. എവിടെങ്കിലും ഒന്ന് വിട്ടു കഴിഞ്ഞു ജീവനയോഗം ആവിധവരാം മാതാചതേദ്വരാൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എന്താണ് നാരായണത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മുടെ മനസ്സ് എങ്ങനെയെങ്കിലും ഒരു ശകലം ഒന്ന് വിട്ടുപോയാൽ മൊത്തം പോയി എന്നുള്ളത്. അത് എത്ര പഠിപ്പിക്കുന്നവരായി കഴിഞ്ഞു കഴിഞ്ഞാലും എത്ര പ്രാക്ടീസ് ഉള്ളവരായി കഴിഞ്ഞാലും പറ്റും. അന്നേരം അതിന്റെ അർത്ഥം എന്തോന്നു? മൊത്തം നമ്മുടെ ശ്രദ്ധ ഈ നാരായണത്തിലായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ മാഹാത്മ്യം എന്നുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ പൊക്കോളൂ കേട്ടോ. ലപ്താപ്നായ ഗണചതുർദശമയാ ഗന്ധർവരാജേ മനാ. രണ്ട് വരി ഒരുമിച്ചെടുക്കണേ. ആസക്താങ്കില മാതരം പ്രതിവിദു ക്രോധാകുലസാജ്ഞയാ താരാജ്ഞാതിക സോദരേ സമയിമം ചിത്താദ ശാന്താത്പിതു തേഷാ ജീവനയോഗമാവിധവരം മാതാചതേതാദ്വരാൻ. രണ്ട് വരി ഒരുമിച്ചെടുത്തോളൂ. വായിക്കൂ. ഹരേ കൃഷ്ണ. ലബ്ധാംനായ ഗണചതുർദശമയാ ഗന്ധർവരാജേ മനാ ആസക്താങ്കിലമാതരം പ്രതിവിദു ക്രോധാകുലസ്യജ്ഞയാ താതാജ്ഞാതികസോദരേ സമമിമാം ചിത്താദ ചാന്താത്പൃതേഷാം ജീവനയോഗമഭീതവരം മാതാചതേതാദരാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. വായിക്കാത്തവരെല്ലാം വായിക്കാൻ തുടങ്ങിക്കോളൂ. പ്രയാസമൊന്നുമില്ല, വായിച്ചോ, കുഴപ്പമില്ല. ഹരേ കൃഷ്ണ മാതാജി. ഹരേ വായിക്കൂ കൃഷ്ണ. വായിക്കൂ. നായഗണശ്ചതുർദശ വയാ ഗന്ധർവരാജേ മനാ ആസക്താഖിലമാതരം പ്രതിവിദു ക്രോധാകുലസ്യാജ്ഞയാം താതാജ്ഞാതിക സമമിമാം ചിത്വാർത്ഥ ശാന്താത്പിതുഃ തേഷാം ജീവനയോഗമാപിതവരം മാതാചതേതാദ്വരാൻ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഒരു പ്രവചിയോട് വായിക്കാൻ. പ്രവചിമാരുണ്ടോ? ഹരിബോൾ. പ്രഭുജിമാർക്കൊന്നും നാരായണമില്ല. ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്. ലബ്ധാമനായ ഗണേശാവയാ ഗന്ധർവരാജേ മനാസക്താം കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാ താതാജ്ഞാതിക സോദരൈ സമമിമാം ചിത്വാദ ശാന്താത്പിതു തേഷാം ജീവനയോഗമാപിതാപരം മാതാചതേതാദ്വരാൻ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നമ്മളൊക്കെ എന്തെല്ലാം വളരെ പുണ്യം ചെയ്ത ആത്മാക്കളാണെന്നുള്ളതാ. നോക്കെ പട്ടതിരിപ്പാടാണെന്നുണ്ടെങ്കിൽ ഭഗവാനും പട്ടതിരിപ്പാടോട് ചേർന്ന് എഴുതിയതാ ഇതെന്നുള്ളതാ. നമ്മൾ പ്രഭാതിരയുടെ ബുക്ക് ആണെന്നുണ്ടെങ്കിൽ പ്രഭാതിര ബുക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് പ്രഭാതിര തന്നെത്താനെ അത് പിന്നെ വായിക്കും. വായിച്ചിട്ട് ഭയങ്കര ആനന്ദിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് അത് വായിച്ച് ഞാൻ ഇത് ആ സന്തോഷം മൊത്തം മുഖത്ത് പ്രകടമാകും. അന്നേരം ശിഷ്യന്മാർ ചോദിക്കും, പ്രഭുപാദ് തന്നെയല്ലേ ഈ പുസ്തകം എഴുതിയത്, പിന്നെ എന്തിനാണ് ഇത് പിന്നെ എഴുതുന്നത്? ഇതില് ഞാനൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം എന്നെ ഒരു ആയുധമാക്കിയത് മാത്രമേ ഉള്ളൂ. ഭഗവാനും
എന്റെ ഗുരുനാഥനോടാണ് എന്നെ ഇത് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടാമത് ഇത് വായിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ശ്ലോകം വായിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പുണ്യം വേണമെന്നുള്ളത്, അല്ലാതെ എല്ലാവർക്കും ഒന്നും ഈ പുണ്യങ്ങൾ കിട്ടില്ല. പുണ്യപാവങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ നാരായണീയമായാലും ഭഗവത്ഗീത ആയാലും ഭാഗവതായാലും എല്ലാം നമുക്ക് വായിക്കാൻ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഈ പ്രഭുജിമാരെല്ലാരും പോയിട്ടുണ്ടല്ലോ, എവിടെ ഇരിക്കുക അവര് ഒന്നും മനസ്സിലാവുന്നില്ല. അവർക്ക് പുണ്യം വേണ്ടെങ്കിൽ പോട്ടെ, സാരമില്ല, നോ പ്രോബ്ലം. ലത്താർനായ ഗണചതുർദശ ഗന്ധർവ രാജേ മനാക്ക്. ലത്താർനായ ഗണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ചതുർദശ എന്ന് പറഞ്ഞ 14 വയസ്സേ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഗന്ധർവ രാജേ മനാക്ക് അസക്താങ്കില മാതരം പ്രതിപിതും. ഞാൻ നേരത്തെ ഇതിന്റെ കഥ പറഞ്ഞതാ. രേണുകാദേവി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള നദിയിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ഗന്ധർവനാണെന്നുണ്ടെങ്കിൽ സ്നാനം നടത്തുന്നുണ്ടായിരുന്നു. ഒരു ശകല സമയത്തൊന്നും മനസ്സൊന്നു പാളി അയാളെ ഒന്ന് നോക്കിപ്പോയത് മനസ്സിലായിട്ട് എന്ത് ചെയ്തു, തിരിച്ചു വരുന്നു. തിരിച്ച് ആശ്രമത്തിൽ വെള്ളം കൊണ്ട് വരുന്ന സമയത്ത് അച്ഛൻ ഇത് മനസ്സിലായിട്ട് അച്ഛൻ എന്ത് പറയുന്നു നോക്കൂ. പ്രതിപിതു ക്രോധാകുല സാജ്ഞയ. ക്രോധനായിട്ട് ആജ്ഞ കൊടുത്തു കുട്ടികൾക്ക്. എന്ത് കൊടുത്തു? താതാജ്ഞാതിക സോദരേ സമമിമാം. താതന് എന്താ പറഞ്ഞത്? സോദരന്മാരോട് ആദ്യം അമ്മയെ വെട്ടാൻ പറഞ്ഞു, പക്ഷെ അവര് ചെയ്തില്ല. പക്ഷെ പരശുരാമനോട് പറഞ്ഞു, താതാജ്ഞാതിക സോദരേ സമമിമാം ചിത്താറ് ശാദാബ് എന്ന് പറഞ്ഞ അമ്മയെ വെട്ടണം. അമ്മയെ വെട്ടിക്കഴിഞ്ഞു, അത് അമ്മയെ കൊന്നു കഴിഞ്ഞു. എന്നിട്ട് സഹോദരന്മാരെ കൊല്ലാൻ പറഞ്ഞു. ഒരു മടിയും വിചാരിച്ചില്ല, ഒന്നും ചോദിക്കാനും പോയില്ല, ഒന്നും പറയാനും പോയില്ല എന്നുള്ളത്. സഹോദരന്മാരെ വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? ശാന്താ പിതു. പിതാവ് കുറച്ചൊരു ശാന്തനായി കഴിഞ്ഞ സമയത്ത് തേഷാം എന്ത് ചോദിച്ചു? നിനക്ക് എന്താ വരം? എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാൻ നിന്നിൽ ഒരുപാട് പ്രീതനാണ്, അതുകൊണ്ട് നിനക്ക് എന്താ വരം വേണമെന്ന് തേഷാം. എന്നിട്ട് എന്ത് പറഞ്ഞു? യോഗന ജീവനയോഗം. ഈ മരിച്ചവരെല്ലാവരും എഴുന്നേക്കണം, അവർക്ക് ജീവൻ കൊടുക്കണം. അങ്ങ് മാതാച്ച തേതാ ദ്വരാന്. അത് മാത്രം പോരാ, എന്താ വേണ്ടുന്നത്? അവർക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടുള്ള ഓർമ്മ പോലും ഉണ്ടാവരുതെന്ന് പറഞ്ഞു എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ വിചാരിക്കില്ലേ മാൻ എന്നെ കൊന്നു എന്ന് വിചാരിക്കില്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും അവർക്ക് ഓർമ്മ ഉണ്ടാവരുത്. അങ്ങനെയുള്ള വരം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ജമദഗ്നി ഈ അമ്മയെ 4 സഹോദരങ്ങളെ ജീവിച്ചു. അവർക്ക് അങ്ങനെയുള്ള ഒരു ഓർമ്മ പോലും ഇല്ല എന്നുള്ളതാ പിന്നുള്ളത്. ഇനി അടുത്തത് പിത്രാമാതൃമുദേ സവാഹൃതവേദ്യേനോർനിജാതാശ്രമാത് പ്രസ്ഥായാത് ഭൃഗോ ഗിരാഹിമഗിരോ ആരാധ്യ ഗൗരീപദേ ലപ്താ തൽപരശോന്തരക്തനുജാചേതീമാസ്ത്രാധികം പ്രാപ്തോ മിത്രമതാഹൃതവൃണമുനേ പ്രാപ്യാഗമാസാശ്രമാ പിത്രാമാതൃമുദേ സവകാഹൃതവയദേനോർ നിജാദാശ്രമാത് പ്രസ്ഥായാത് ഭൃഗോ ഗിരാഹിമഗിരോ ആരാധ്യ ഗൗരീപദേ ലപ്താ തത്പരശോന്തരക്തനുജാചേതീമാസ്ത്രാധികം പ്രാപ്തോ മിത്രമതാകൃതവൃണമുനി പ്രാപ്യാഗമാസ ആശ്രമം പിത്രാമാതൃമുദേ സ്തവാഹൃതവയത് ദേനോ നിജാതാശ്രമാ പ്രസ്ഥായാത് ഭൃഗോ ഗിരാഹിമഗിരോ ആരാധ്യ ഗൗരീപദേ ലപ്താ തത്പരശും നദുക്തനുജാചേതി അസ്ത്രാധികം അസ്ത്രാധികം പ്രാപ്തോ മിത്രം യഥാകൃതവൃണമുനി പ്രാപ്യാഗമാസ ആശ്രമം പിത്രാ മാതൃമുദേ തവാഹൃത വിയത് ദേനോർ നിജാത് ആശ്രമാത് പ്രസ്ഥായാത ഭൃഗോർ ഗിരാ ഹിമഗിരോ ആരാധ്യ ഗൗരി പദി ലപ്ത തത്പരശും തദുക്തദിരിച്ച ചേതി മഹാസ്ത്രാധികം പ്രാപ്തോ മിത്രം അദാഹൃത വൃണമുനി പ്രാപ്യാഗമ സ ആശ്രമം ആദാഹൃത വൃണമുനി പ്രാപ്തോ മിത്രം. വായിച്ചോളൂ.
ഹരേ കൃഷ്ണ മാതാജി. ആ പിത്രാ മാതൃമുദേ സ്തവ ഹൃദവിയാനോർത്തോ നിജാശ്രമാത് പ്രസ്ഥായാത പ്രഗോഗിരാഹിമാഗിരവാരാധ്യ ഗൗരീപതി ദത്താ തത്പരശം തതു ധനുജചേതി മഹാസ്ത്രാധികം പ്രാപ്തോ മിത്രമദാകൃത വ്രണമുനി പ്രാഹ്യാഗമാസോ ആശ്രമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ആ അടുത്ത ആള്. ഹരേ കൃഷ്ണ. ഉറക്കമായിട്ട്. ആ പിത്രാ മാതൃമുദേ നിജാദാശ്രമാത് പ്രസ്ഥായാത ഭൃഗോർഗിരാഹിമഗിരാ വാരാധ്യ ഗൗരീപതീം ലബ്ധാ തത്പരശും തനുജാചേതി മഹാസ്ത്രാധികം പ്രാപ്തോ മിത്രമദാകൃതാ വ്രണമുനി പ്രാപ്യാഗമാസാശ്രമം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. പിത്രാ മാതൃമുദേ സ്തവ ഹൃദവിയാ ധേനോർനിജദാശ്രമാൻ പ്രസ്ഥായാത ഭൃഗോർഗിരാഹിമഗിരാ വാരാധ്യ ഗൗരീപതി യപ്തോ തത്പരശും തതുത്തനുജാ ചേതി മഹാസ്രാധികം പ്രാപ്തോ മൃതമധാകൃത പ്രണമുനി പ്രാപ്യാഗമാസ്വാശ്രമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. പിത്രാ മാതൃമുദിർ സഭാകൃത വിയദ്യേനോർ നിജാത ആശ്രമാത്. പരശുരാമന് പിന്നെ എന്ത് ചെയ്തു? തന്റെ കുലകുടസ്ഥനായ ഭൃഗുമഹർഷിയുടെ നിയോഗത്താലാണ് ആശ്രമത്തിൽ നിന്നിട്ട് 14 വയസ്സായില്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് ദൂരെ പോകുന്നു എന്നുള്ളതാ. അതായത് ആ ആശ്രമത്തിൽ എങ്ങനെയാ കാമധേനു പോലും ഉണ്ടെന്നുള്ളത്. അങ്ങനെയുള്ള ആശ്രമത്തെ വിട്ടിട്ടാണ് പിത്രാ മാതൃമുദേ, അമ്മയും അച്ഛനെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സവാഹൃത വേദ്യോനോ നിജാത്, കാമദേവനോടുകൂടിയ തന്റെ ആശ്രമത്തിൽ നിന്നിട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സമ്പർസമൃദ്ധിയായിട്ടുള്ള ആ കാമദേവന് എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിച്ചു കിട്ടും എന്നുള്ളതല്ലേ. അതുകൊണ്ട് എന്താ, കാമദേവന് പോലുമുള്ള ആശ്രമത്തിൽ നിന്നിട്ട് വിട്ടിട്ട് എവിടേക്ക് പോകുന്നു? ദൂരെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. നമ്മുടെ കൊച്ചുങ്ങളെയൊക്കെ നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ബോർഡിങ്ങിലോ അല്ലെ എവിടെയെങ്കിലും ഹോസ്റ്റലിലൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്തോ ഒരു സങ്കടം അല്ലേ. കുട്ടികൾക്ക് ആയി കഴിഞ്ഞാലും അതുപോലെ സങ്കടമാണ്. പക്ഷേ ഈ ഹോസ്റ്റൽ ജീവിതം ചിലപ്പോഴൊക്കെ അബദ്ധമുണ്ട്. പക്ഷെ സ്വയമായിട്ട് അവർക്ക് ഒരു പ്രാപ്തി വരാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ ഹോസ്റ്റൽ ജീവിതം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തുണി അലക്കാനായാലും ആഹാരം പാചകം ചെയ്യാനായി കഴിഞ്ഞാലും അങ്ങനെയൊക്കെ കുറച്ചുണ്ടല്ലോ അവർ സ്വയം പര്യാപ്തതയിലേക്ക് വരും എന്നുള്ളത്. നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ അമ്മമാരെല്ലാം പെണ്ണിനായാലും ആണിനായാലും എല്ലാം ചെയ്തു കൊടുക്കും. ഒന്നാമത് ഇപ്പോഴൊക്കെ ഇങ്ങനെ അമ്മമാർക്ക് അധികം പ്രായം തോന്നത്തേ ഇല്ല. അമ്മമാർ നല്ല ഹെൽത്തിയാ. അതുകൊണ്ട് പിള്ളേരെ എന്ത് ചെയ്യും? ഒരു പണിയും ചെയ്യിക്കത്തില്ല എന്നുള്ളത്. ഒറ്റ പണിയും ചെയ്ത പണ്ടുള്ള അമ്മമാരങ്ങനല്ല. പെൺപിള്ളേർ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ മിറ്റമടിക്കാനും പിന്നെ തൂക്കാനും വാരാനും എല്ലാം. പിന്നെ അന്നുണ്ടെങ്കിൽ കൊച്ചു അടുക്കളയിലെ പണികൾ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫുള്ള് ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് അവർ തന്നെ ചെയ്തോണം എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് എന്തായിരുന്നു, ആ കുട്ടികളെ വേറെങ്കിലും അന്യഗ്രഹത്തിൽ പോകുന്ന സമയത്തുണ്ടല്ലോ അവരെ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറയേണ്ട ഒരു ഗതികേടും വരുന്നില്ലായിരുന്നു. ഇപ്പോഴത്തെ സമയത്ത് എങ്ങനെയാ, കുട്ടികള് പഠിത്തം മാത്രം പറഞ്ഞിരിക്കും. പുസ്തകപ്പുഴു. ആ പുസ്തകപ്പുഴുവായിട്ട് ഈ കൊച്ചുങ്ങൾ വളർന്നിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാവുന്ന സമയത്ത് അതിനെ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഉടനെ അവരെന്താ ചെയ്യുന്നത്? അതിനെ ഫേസ് ചെയ്യുന്നതിന് പകരം ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. അവർക്കറിയില്ല ഈ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ദേഹമേ പോകുന്നുള്ളൂ. അവരുടെ ദേഹം ഇവിടെ തന്നെ കാണും. പക്ഷെ ആ ദേഹമില്ലാത്തത് കൊണ്ട് ആഹാരം കഴിക്കാനെ കൊണ്ടോ വിശപ്പും ദാഹവും ഒരു മനുഷ്യന് എന്തൊക്കെയാ ഫീലിങ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അവർക്കുണ്ടെന്നുള്ളത്. പിന്നെ അവർക്ക് എത്ര ആയുസാണ് ഈ ഭൂമി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആയുസ് അവര് പ്രേതയോനിയിൽ ഇങ്ങനെ കഴിയേണ്ടി വരും എന്നുള്ളത്. ആ ഒരു ദുരിതം അവർക്ക് അറിയില്ല. ഈ ആത്മഹത്യ ചെയ്യുന്നവർക്ക് അറിയില്ലല്ലോ. വേറെ ഒരു ചെറിയ നിസ്സാര കാര്യത്തിനൊക്കെ ഇപ്പോഴത്തെ കൊച്ചുങ്ങളെ ഇത് ചെയ്യുന്ന, സൂയിസൈഡ് ചെയ്യുന്ന, ആത്മഹത്യ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് അവരെ എന്താ നമ്മളെ സ്ട്രോങ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്.
നമുക്ക് വീട്ടിൽ പൈസ ഉണ്ടായാലും അവരെ പൈസയുടെ ഇല്ലായ്മകളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെയൊക്കെയുള്ള അവര് സ്വന്തമായിട്ട് അവര് ഇപ്പം വെളിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ആകുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാ പിള്ളേരും എന്താണ് പാർട്ട് ടൈം ജോലി ചെയ്യും. പാർട്ട് ടൈം ജോലി ചെയ്യുമ്പോൾ അവർക്കറിയാം കഷ്ടപ്പെട്ടിട്ട് ആ പൈസ കിട്ടുന്നത് എന്ത് കഷ്ടപ്പാടിൽ കൂടിയാണ് ഈ പൈസ കിട്ടുന്നത്. അതുകൊണ്ടുണ്ടല്ലോ അവരതിനെ വേസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടുത്തെ കൂട്ടുള്ള ഇങ്ങനെയുള്ള ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേർ ഏത് നിലയിലേക്കാ പോകുന്നതെന്നുള്ളത് പോലും. അതുകൊണ്ട് പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നു, അവർ നല്ല നിലകളിൽ പോകുന്നു, ആ സ്വഭാവത്തിന് വലിയൊരു ദോഷമൊന്നും ഇല്ലാതെ. പക്ഷെ ഇവിടെയൊക്കെയോ കഞ്ചാവും ചരസ് അടിച്ച് അങ്ങനെയുള്ള ആ ഒരു ജീവിതമല്ലേ. അവർക്ക് അറിയില്ല പൈസക്ക് എന്താ വിലയെന്നുള്ളത്. അവർ അധ്വാനിക്കുന്നില്ലല്ലോ. ആ അധ്വാനിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുകയെന്ന് ആ പൈസയ്ക്ക് മാത്രമേ അവർക്ക് വിലയുണ്ടാവൂ. അതുകൊണ്ട് കുട്ടികളെയൊക്കെ വളരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നൊന്നുമല്ല. നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ മാത്രമേ കംപ്ലീറ്റ്ലി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കത്തുള്ളൂ എന്നുള്ളത്. പിന്നെ നമുക്ക് എന്താ പറ്റുന്നത്, പിന്നെ ആലസ്യം വരും, പിന്നെ നമ്മുടെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവർ ഈ ഫുൾ ടൈം 24 മണിക്കൂറും പുസ്തകം പഠിക്കേ എന്ന് പറഞ്ഞിരുന്നാൽ അവരുടെ തലച്ചോറിലോട്ട് എന്തെങ്കിലും പോവില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അമ്മമാര് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് ആണായാലും പെണ്ണായാലും. അതാണ് ഇപ്പൊ ബോർഡിങ്ങിലെ കാര്യമായി. ഇതുകൊണ്ട് നമുക്ക് 14 വയസ്സുള്ള പരശുരാമനെ എന്താ ഭൃഗു മഹർഷി പറഞ്ഞത്, ഭൃഗുകുലത്തിലാണല്ലോ പരശുരാമൻ ജനിച്ചത്. ഭൃഗു മഹർഷി ഉടനെയാണെന്നുണ്ടെങ്കിൽ പരമേശ്വരന്റെ അടുത്താണ് പരശുരാമനെ വിദ്യ അഭ്യസിക്കാൻ വിട്ടുന്നതാണ്. ആശ്രമത്തിൽ നിന്നിട്ട് പോയിട്ടോ എവിടെ പോയത്, ഹിമഗിരോ ഗൗരീപതിയും, ഗൗരിയുടെ പതിയാണ്. പരമേശ്വരനെ ആരാധിച്ചിട്ട് എന്ത് ചെയ്തു, തത്പരശും ലപ്താ ത്വദക്ത ദിരജാ ചേതി മഹാസ്ത്രാധികം. എന്നിട്ട് വിദ്യകളെല്ലാം അഭ്യസിച്ചു കഴിഞ്ഞു. എന്നിട്ട് വെൺമഴു സമ്പാദിച്ചു പരശുരാമന്റെ കയ്യിൽ നിന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അസുരനെ നിഗ്രഹിച്ചു ഭഗവാന് വേണ്ടിയിട്ട്. ഭഗവാൻ എന്നിട്ട് എന്ത് ചെയ്തു, ദിവ്യാസ്ത്രം കൊടുത്തു എന്നുള്ളതാണ്. എല്ലാം നേടിയതിനു ശേഷം അകൃത പ്രണമുനി മിത്രം, അകൃത പ്രണമുനി എന്ന് പറയുന്ന ഒരു മിത്രത്തെയും അവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. നല്ല കൂട്ടുകാർ നല്ലത് തന്നെയാന്നുള്ളത്. ആ കൂട്ടുകാർ വേണം. നമ്മുടെ ഹൃദയം തുറന്നൊന്ന് വർത്തമാനം പറയാനായാലും ഒന്ന് ചിരിക്കാനായാലും ഒന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് പങ്കിടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാർ നല്ലതാണ്. പക്ഷെ ആ കൂട്ടുകാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കൂട്ടുകെട്ട് എപ്പോഴും നല്ലത് തന്നെയാണ്, പക്ഷെ സെലക്ഷൻ എപ്പോഴും ബെറ്റർ ആയിരിക്കണം, അത്ര മാത്രം മതി. അകൃത വ്രണമുനി മിത്രം, അകൃത വ്രണമുനിയെ മിത്രമായിട്ട് കിട്ടിയിട്ട് പ്രാപ്യാസാശ്രമം, എന്നിട്ട് എന്ത് ചെയ്തു, ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്നു. പരശുരാമനാണെന്നുണ്ട് 15 വയസ്സായി. 15 വയസ്സായപ്പോഴാണെന്നുണ്ടെങ്കിൽ ശ്രീ പരമേശ്വരന്റെ അടുത്ത് ചെന്നിട്ട് വെൺമഴ സമ്പാദിച്ചു ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിച്ചു. എങ്ങനെയാ, ആ ഭഗവാൻ ഇഷ്ടമുള്ളത് പോലെ അവിടെ നിന്നു എന്നുള്ളതാ. അതിൻ്റെ ഇടയ്ക്ക് ഒരു അസുരനെയും നിഗ്രഹിച്ചിട്ടാണ് ദിവ്യാശ്രമം. എന്നിട്ട് അവരുടെ മുനി എന്ന് പറയുന്ന ഒരു മിത്രത്തെയും കിട്ടിയിട്ട് തിരിച്ച് അവരുടെ ആശ്രമത്തിലേക്ക്, പരശുരാമന്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് ഈ പറയുന്നത്. ഇനി അടുത്തത് ആഘോടോപഗതോ അർജുന സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണേ ത്വത്പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രി വാചാ പുനാ ഗാക്രേതും സജീവം നിയുക്ത കുതിയാ തേനാവിരും ധന്മുനി പ്രാണക്ഷേപ സരോഷഗോ ഗതമോ ചക്രേണ വത്സോ ഹൃത ആഗേടോപഗതോ അർജുന സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണേ തൽപിത്ര പരിപൂജിത പുരഗതോ നിർബന്ത്രേ വാചാ പുനാ ഗാക്രേതും സജീവം നിയുക്ത കുതിയാ തേനാവിരും ധന്മുനി പ്രാണക്ഷേപ സരോഷഗോ ഹത ചമോ ചക്രേണ വത്സോ ഹൃദാ ഹദാ ചമോ ചക്രേണ വത്സോ ഹൃദം ആഗേടോപഗതോ അർജുന സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണേ തൽപിത്ര പരിപൂജിത പുരഗതോ ദുർബന്ത്രി വാചാ പുനാ ഗാക്രേതും സജീവം നിയുക്ത കുതിയാ തേനാവിരും ധന്മുനി പ്രാണക്ഷേപ സരോഷഗോ ഹതജഗോ ചമോ ചക്രേണ വത്സോ ഹൃത ആഘേടോപഗതോ അർജുന സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണേ ത്വത്പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രി വാചാ പുനാ ഗാക്രേതും സജീവം നിയുക്ത കുതിയ തേനാവിരും ധന്മുനി പ്രാണക്ഷേപ സരോഷഗോ ഹത ചമോ ചക്രേണ വത്സോ ഹൃത ആഘേടോപഗതോ അർജുന സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണേ
ത്വത്പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രി വാച പുന ഗാക്രേതും സജീവം നിയുക്ത കുതിയാ തേനാവിരുന്ധൻ മുനി പ്രാണക്ഷേവ സരോഷഗോ ഹത ചമു ചക്രേണ വത്സോ ഹൃത. വായിച്ചോളൂ. ആവേടവാഗോദോ അർജുനാസുരക വി സംപ്രാപ്ത സമ്പദ്ഗണൈ ത്വത്പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രവാച പുനാ ഗാംക്രേതും സജീവം വന്യുക്തവ നിയുക്ത കുതിയാതേന വിരുദ്രൻ മുനി പ്രാണക്ഷേപ സാരോഷഗോഹാദ ചക്രേണ വത്സോ ഹൃദാ. വെരി ഗുഡ്. നെക്സ്റ്റ്. ആഖേടോപഗതോർജുനസ്വരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈഃ തത്പിത്രാപരിപൂജിത പുരഗതോ ദുർമന്ത്രിവാച പുനഃ വാംകേതും സജിത്വം നയുക്തകുതിയാ തേനാവിരുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷഗോഹരമുചമോ ചക്രേണ വത്സോ ഹൃദഃ. വെരി ഗുഡ്. പ്രഭുജിമാരെ ഒരാൾ വായിച്ചോളൂ. വായിച്ചോളൂ. ആഖേടോപഗതോർജുനസ്വരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈ ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാച പുനാ ഗാം ക്രീതം സജീവം നയുക്ത കുധിയാ തേനാവിരുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷഗോഹത ചമൂചക്രേണ വത്സോ ഹൃദാ. വെരി ഗുഡ്. എന്നിട്ട് ആകേടോപഗതോ അർജുന സുരഗവി എന്നതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ കഥ. നായാട്ടിനായിട്ട് പുറപ്പെട്ടിട്ട് എന്താ എന്ന് കാർത്തിക വീരാർജുനന് സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണേ ഒരുപാട് സൈന്യങ്ങളോട് കൂടിയായിട്ട് അവിടെ വന്നത്. പക്ഷെ ഈ ജമദഗ്നിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ ആരാണുള്ളത്? കാമധേനു ഉണ്ട്. സമ്പദ്ഗണേ ത്വത്പിത്ര. അതുകൊണ്ട് എന്താ കാമധേനു ഉണ്ടായതുകൊണ്ട് അവരെ നല്ലതുപോലെ സൽക്കരിച്ചു എന്നുള്ളതാണ്. സൽക്കരിച്ചു കഴിഞ്ഞപ്പോഴേ ത്വത്പിത്ര പരിപൂജിത നല്ലതുപോലെ സൽക്കരിച്ചു പുരഗതോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദുർമന്ത്രി വാച പുന. അന്നേരം കാർത്തികാർജുന വീരനോട് മന്ത്രി എന്ത് ചെയ്തു? ഓരോ മന്ത്രി വേണ്ടാത്തതെല്ലാം രാജാവിന് പറഞ്ഞു കൊടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഗാംക്രേതും സജീവം നിയുക്ത കുതിയ തേനാവിരുന്ധൻ മുനി. രാജാവ് ദുഷ്ടനായിട്ടുള്ള മന്ത്രിയുടെ ഉപദേശപ്രകാരം എന്ത് ചെയ്യുക? കാമദേവനുവിനെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു. രാജകൊട്ടാരത്തിലാണ് ഇങ്ങനെയുള്ള നല്ല സാധനങ്ങളെല്ലാം വേണ്ടുന്നത്, പക്ഷെ ഇവിടെ അല്ല വേണ്ടുന്നത്. അതുകൊണ്ട് ഈ കാമധേനുവിനെ എനിക്ക് വേണമെന്ന് പറയുക. എന്നിട്ട് എന്താവുന്നു? അതരം പ്രാണക്ഷേപ സരോഷ ഗോകർച്ചമോ ചക്രേണ വത്സോ ഹൃത. ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. കൊടുക്കില്ല എന്ന് പറഞ്ഞു. ദമയജ്ഞന് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താ വിചാരിച്ച? കാർത്തികവീരൻ ഞാനാണെന്നുണ്ടെങ്കിൽ രാവണനെ പോലും ബന്ദിയാക്കിയവനാണെന്നുള്ളത്. കാർത്തികവീര അർജുനനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സഹസ്ര കൈകളായിരുന്നു. ഒരിക്കലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗംഗയിൽ ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് ഈ കൈകൾ കൊണ്ട് മൊത്തവും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം തടഞ്ഞങ്ങ് നിർത്ത്. അന്നേരം രാവണനും അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ആ വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്തിയത് കൊണ്ടുണ്ടല്ലോ രാവണൻ ഭയങ്കര ഇതായിപ്പോയി, പ്രോബ്ലം ആയിപ്പോയി എന്നുള്ളതായി എന്ന് പറയുന്നത് പോലെ എല്ലാ വീരന്മാരെയും മുട്ടുകുത്തിച്ചവനായി ഈ കാർത്തിക വീരാർജുനനെ. പക്ഷെ ഇവിടെ നോക്കും, കാമധേനുവിനെ ഒരു തരത്തിലും തോൽപ്പിക്കാൻ പറ്റിയില്ല. അവർ ഓടിപ്പോവേണ്ട ഗതികേട് വന്നു. പക്ഷെ ആ സമയത്ത് കാമധേനുവിന്റെ പശുക്കുട്ടി, ഇവിടെ അങ്ങനെയാ പറയുന്നത്, പക്ഷെ ഭാഗവതത്തിൽ അങ്ങനെയല്ല പറയുന്നത്. പശുവെ കുട്ടിയും കൂടി കൂടെ കൊണ്ടുപോയി എന്നുള്ളത് അവര് പറയുന്നത്. ഇവര് അവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമധേനുവിനെയുടെ കൂടെ കൊണ്ടുപോയെന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ പ്രാണക്ഷേപ സരോഷ ഗോവരചമോ ചക്രേണ വത്സോ പശുക്കുട്ടിയാ ഇവിടെ കൊണ്ടുപോയെന്ന് പറയുന്നത് കേട്ടോ. ആകേടോപഗതോ അർജുന സുരഗവി സമ്രാജ്യ സമ്പദ്ഗണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സേനകളോടൊപ്പം നായാട്ടിനായിട്ട് പോയിട്ടുള്ള ആ കാർത്തിക വീരാർജുനന് സമയം വൈകിയത് കൊണ്ട് ഈ ജമദഗ്നിയുടെ കുടിലിൽ ചെല്ലുന്നു. കുടിലിൽ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ ജമദഗ്നി എന്താ ചെയ്യുന്നത്? വേണ്ടുന്നത് പോലെ അവരെ പരിപൂജിത
വേണ്ടുന്നത് പോലെ അവർക്ക് സകാരങ്ങൾ ചെയ്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ പറഞ്ഞു കാർത്തിവീരാർജുനനും മന്ത്രിക്കും ഒക്കെ അതിശയം വന്ന് ഇത്രയും പെട്ടെന്ന് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാ ചെയ്യും. രാജകീയമായിട്ടുള്ള സൽക്കാരം കൊട്ടാരത്തിൽ പോലും ഇത്രയും ചെയ്യാൻ പറ്റില്ല, പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്ന കാമധേനുവാണ് ഇതിനെല്ലാം ചെയ്യുന്നത്. അന്നേരം നിർമന്ത്ര മന്ത്രിയുടെ മന്ത്രിയുടെ വചനത്തിൽ വീണ് പോയ രാജാവ് എന്താ ചെയ്യുന്നത്? കാക്രേതും സജീവം നിയുക്ത കുതിയ തേനാവിരും തെന്മുനി. അന്നേരം കാമദേവനുവിനെ ആവശ്യപ്പെടുന്നു, പക്ഷെ കൊടുക്കില്ല എന്ന് കണ്ടപ്പോൾ അവിടെ യുദ്ധം നടക്കുന്നു. യുദ്ധം നടന്ന സമയം ഒരുപാട് പേർക്ക് പ്രാണശേവ സരോഷ ഗോഗതജം ഒരുപാട് പേർക്ക് പ്രാണൻ പോയി. പക്ഷെ ഇവരെന്ത് ചെയ്തു? ചക്രയുടെ വത്സത്തിനെ അതെന്നുണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോയി, പശുക്കുട്ടിയെ കൂടെ കൊണ്ടുപോയി കാർത്തിക അർജുനൻ. ഭഗവാന്റെ ലീലകളല്ലെന്നുണ്ടെങ്കിൽ കാർത്തിക അർജുനനെ കൊല്ലാൻ പറ്റില്ലല്ലോ പരശുരാമനെ. എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റൂ. ഭഗവാൻ നേരത്തെ തന്നെ വരം കൊടുത്തിരിക്കല്ലേ, എന്റെ കയ്യാൽ തന്നെ നീ മരണപ്പെടുമെന്നുള്ള സിദ്ധിയും കൊടുത്തു. അതേപോലെ എന്റെ കൈ കൊണ്ട് നീ മരണപ്പെടുമെന്നുള്ള ആ ഒരു വരവും കൂടി കൊടുത്തില്ലേ. എന്തിനു വേണ്ടിയിട്ടാ? മുക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടാ ആ വരം കൊടുത്തിരിക്കുന്നതെന്നുള്ളതാ. ഒരിക്കലാണെന്നുണ്ടെങ്കിൽ ഭഗവാനും അർജുനനോടാണെന്നുണ്ടെങ്കിൽ കാട്ടിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര വിശപ്പും ദാഹവും വന്നു. എങ്ങും ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല. അവസാനം ഒരു കുടില് കണ്ടു. കുടിലാണെന്നുണ്ടെങ്കിൽ കൃഷ്ണനും അർജുനനോട് കയറുന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ അവിടെ ഒരു അമ്മ മാത്രമേ ഉള്ളായിരുന്നു. ആ അമ്മയോട് പറഞ്ഞു, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു, മക്കളെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, വിശപ്പിന് തരമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കൊരു പശു ഉണ്ട്, അതിനകത്തുനിന്ന് അതില് കുറച്ച് പാല് പിഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ കുടിക്കാൻ തരാമെന്ന് പറയും. അന്നേരം അങ്ങനെ അവർ പാല് പിഴിഞ്ഞിട്ട് നല്ല പാല് കൃഷ്ണനും അർജുനനും കൊണ്ടു കൊടുക്കുന്നു. അന്നേരം അവര് വിശപ്പും ദാഹവും എല്ലാം പാല് കുടിച്ച സമയത്ത് മാറിയിട്ട് തിരിച്ച് ആ കുടിലിൽ നിന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് അർജുനൻ ചോദിച്ചു, ഭഗവാനെ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നതല്ലേ, ഈ അമ്മയ്ക്ക് മാത്രം എന്താണ് ഒന്നും കൊടുക്കാൻ ഒരനുഗ്രഹവും അമ്മയ്ക്ക് കൊടുത്തില്ലല്ലോ, വേണ്ടുന്ന ഒരു കാര്യങ്ങളും അമ്മയ്ക്ക് കൊടുത്തില്ലല്ലോ, അവരിത്രയും കഷ്ടപ്പാടിലല്ലേ ജീവിക്കുന്നത്. അത് ആര് പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നുള്ളത്? അവർക്ക് ഞാൻ വേണ്ടുന്നത് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തത്? ആ പശുവിന് ചത്തുപോട്ടെ എന്ന് വരം കൊടുത്തു എന്ന്. ആരോ ഭഗവാനെ അവരുടെ ആകെയുള്ള ഒരു ജീവിതമാർക്കും അതല്ലായിരുന്നു. ഒരു ചത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അന്നേരം പറയുന്നത് എന്തുവാണ്? ആ അമ്മയുടെ ആകെയുള്ളായിരുന്ന ഒരു അറ്റാച്ച്മെന്റ് ആ പശുവായിരുന്നു. ആ പശുവിനോടുള്ള ആസക്തി മുഖാന്തരം അമ്മയ്ക്ക് മോശം കിട്ടാൻ യാതൊരു ചാൻസും ഇല്ലായിരുന്നു. അന്നേരം ആ പശു പോയ സമയത്ത് എന്തായി? അമ്മയ്ക്ക് ആസക്തി പോയി കഴിഞ്ഞു. പിന്നെ എന്റെ ധാമിലേക്ക് തിരിച്ചു വരാം. നോക്ക്, ഭഗവാന്റെ ആ ഒരു ഇൻഡയറക്റ്റ് ഉള്ള ആ ഒരു വരം എങ്ങനെയാ അതാണ് പറയുന്നത്. ഭക്തവത്സലന്റെ ലീലകൾ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഭഗവാനെ വന്ദിച്ചിടുന്നു. നളനീ നേത്രമാർന്നു കുന്തിയത് ശങ്കരതനായിടയ കിടാവിനായി ഇന്ദ്രാദി ദേവഗണവന്ദിതാ പാദനായി വൃന്ദാവനത്തിൽ അമരുന്ന മുകുന്ദനെ ഞാൻ വണങ്ങുന്നു. ഹരേ കൃഷ്ണ. ഹരിവോ. സമയം ഒരുപാടായി, അതുകൊണ്ട് ഞാനിപ്പൊ നിർത്തുന്നു. എത്ര മണിക്കൂർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് ഒരു സപ്താഹം പറയാൻ പറ്റും. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പൊ നിർത്തുന്നു. നമ്മുടെ ഈ ഇന്ന് എടുത്ത എല്ലാ ഇതും ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ നാരായണ ക്ലാസ് ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ.